JRF കിട്ടിയാൽ മാത്രമേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. ഫെലോഷിപ്പോടുകൂടി നമുക്ക് പഠിക്കാനായിട്ട് JRF അല്ലാതെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈപ്പൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് JRFന്റെ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ട് ചെയ്യുന്ന രീതിയിൽ IIT, NIT, ഐസർ പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഫെലോഷിപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് IITസും NITയിലും ഒക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു JRFന് കിട്ടുന്ന അതേ ഫെലോഷിപ്പ് നമുക്കിവിടെ കിട്ടുമെന്നുള്ളതാണ്. ജൂനിയർ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു 37,000 ആൻഡ് ദെൻ എബോവ് 42 നമുക്ക് സീനിയർ ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വരും എന്നുള്ളതാണ്. എക്കണോമിക്സിൻ്റെ ഏരിയസ് എല്ലാം ഡീൽ ചെയ്യുന്ന കിരൺ സാറാണ്. സാറിൻ്റെ ക്ലാസ് വളരെ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. സാറ് വർഷങ്ങളായിട്ട് ഇതിലുള്ള കാരണം, ഈ ഫീൽഡിലുള്ള കാരണം സാറിന് ഓരോ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് അത് കൃത്യമായിട്ട് സാറിന് അറിയാം. അതായത് ഇവിടെ നിന്ന് പഠിച്ച് പോയി PhD കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, മരിയ ചേച്ചി. ആ ചേച്ചിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയൻ ചേട്ടൻ ഇപ്പോൾ IIT ഗുവാഹട്ടിയിൽ PhD ചെയ്യാണ് കൊമേഴ്സിൽ. അപ്പോൾ ജയൻ ചേട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിൽ ഇപ്പോൾ PhD ചെയ്യാണ് VITയിൽ. അപ്പോൾ ഇതെല്ലാവരും ആപ്പിൾ പഠിച്ച് പോയിട്ടുള്ളവരാണ്. ഇവിടെയാണ് ആപ്പിൾബി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ IITസിലും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും റെഗുലറായിട്ട് അവർക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എക്സാംസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ HST ആയിക്കോട്ടെ, കോളേജിൻ്റെ എക്സാംസ് ആയിക്കോട്ടെ, റെഗുലറായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി അത് ജസ്റ്റ് നെറ്റ് ക്വാളിഫൈഡ് ആകാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ലൈഫ് ചേഞ്ചിങ് ആക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹായ്, വീണ്ടും ഒരു അച്ചീവ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് എക്കണോമിക്സിലെ തന്നെ നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് അർജുൻ. ഓക്കെ, സോ 2 പ്രാവശ്യം കൺസെക്യൂട്ടീവായിട്ട് UGC നെറ്റ് ക്വാളിഫൈഡ് ആയി. അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് 2024 ജൂണിലും അതേ വർഷം തന്നെ ഡിസംബറിലും ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ആ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2 വർഷവും ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് JRF കിട്ടിയാൽ മാത്രമേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. ഫെലോഷിപ്പോടുകൂടി നമുക്ക് പഠിക്കാനായിട്ട് JRF അല്ലാതെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ടിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HTRA കേട്ടിട്ടുണ്ടായിരിക്കും, ഹാസ് ടൈം റിസർച്ച് അസിസ്റ്റൻഷിപ്പ് എന്ന് പറയും, HTRA. ഓക്കെ, പ്രധാനമായിട്ടും ഈ ഒരു ഫെലോഷിപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് IITസും NITയിലും ഒക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു JRFന് കിട്ടുന്ന അതേ ഫെലോഷിപ്പ് നമുക്കിവിടെ കിട്ടുമെന്നുള്ളതാണ്. ജൂനിയർ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു 37,000 ആൻഡ് ദെൻ എബോവ് 42 നമുക്ക് സീനിയർ ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് അച്ചീവ്മെൻറ്റ്, ആരാണ് അച്ചീവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനാണ്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന് JRF ക്വാളിഫൈഡ് ആകാൻ സാധിച്ചില്ല, ബട്ട് ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് അദ്ദേഹത്തിന് NIT ട്രിച്ചിയിൽ HTRAയിൽ PhDക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഫെലോഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. JRFന് തുല്യം തന്നെയാണ് എന്ന് മാത്രമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അക്കാദമിക്കൽ ഇമ്പ്രൂവ്മെൻറ്റും ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻസ് അവിടുന്ന് കിട്ടുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമുക്കവിടെ പറയേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് ഞാനിവിടെ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആപ്പിൾബിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ചുമ്മാ ജസ്റ്റ് കുറച്ച് ക്ലാസ്സുകൾ തന്നങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ട ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു വോയിസ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് അർജുൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കേട്ട് നോക്കാം. ഞാൻ ആപ്പിൾബിയിൽ ജോയിൻ ചെയ്യുന്നത് ശരിക്കും എൻ്റെ PG കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്തു. പക്ഷെ അത് അവിടെയുള്ള ഒരു ബാച്ചിൻ്റെ ഏകദേശം അവസാനമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എക്സാമാണ്. പക്ഷെ എൻ്റെ അടുത്ത് അക്കാഡമി പറഞ്ഞത് നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക, പുതിയ ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. 2 മാസത്തിന് ശേഷം ക്ലാസ്സുകളൊക്കെ കേട്ടിരുന്നു, എക്സാം എഴുതി, ഞാൻ ഡിസ്ക്വാളിഫൈ ആയി. അപ്പം പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ ആ എക്സാം എഴുതാൻ പറഞ്ഞത്
നമ്മളെ റെസ്പോൺസ് ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ റെസ്പോൺസ് ഷീറ്റ് വെച്ചിട്ട് പിന്നീട് നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ മാർക്ക് പോയിട്ടുള്ളത്, അപ്പം അതൊക്കെ വെച്ചിട്ടാണ് പിന്നീട് നമുക്കൊരു പേഴ്സണൽ പ്ലാൻ കിരൺ സാർ തരുന്നത്. അത് ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ വേണ്ടതെന്നതിനെ കുറിച്ച് നമുക്കൊരു ഗൈഡ് ലൈൻ തരുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു 6 മാസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്ലാനുകളൊക്കെ ഫോളോ ചെയ്തു 6 മാസം ആകുമ്പോഴേക്കും നെറ്റ് ക്വാളിഫൈഡ് ആയി. പിന്നെ അവിടുത്തെ പേപ്പർ വണ്ണിൻ്റെ ക്ലാസ് ബ്ലെസി മിസ്സാണ് എടുത്തിരുന്നത്. വളരെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സാണ് ബ്ലെസി മിസ്സിൻ്റെ ക്ലാസ്. വളരെ നല്ല രീതിയിലാണ് മിസ്സിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ പേപ്പർ ടുവിൻ്റെ എക്കണോമിക്സിൻ്റെ ഏരിയസ് എല്ലാം ഡീൽ ചെയ്യുന്ന കിരൺ സാറാണ്. സാറിൻ്റെ ക്ലാസ് വളരെ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ സാറ് വർഷങ്ങളായിട്ട് ഇതിലുള്ള കാരണം, ഈ ഫീൽഡിലുള്ള കാരണം സാറിന് ഓരോ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് അത് കൃത്യമായിട്ട് സാറിന് അറിയാം. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും എക്സാമിൻ്റെ മുമ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെ രീതിയിലാണ് പോസിബിലിറ്റീസ് കാര്യങ്ങൾ, ഓരോ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നെറ്റ് ക്വാളിഫൈഡ് ആയതിനു ശേഷം എനിക്ക് പിന്നെ എന്താ പറയുക, സബ്ജക്റ്റിൽ അത്ര വലിയ ബേസ് ഉള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ പേപ്പർ വണ്ണിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ പേപ്പർ ടു 2 പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അപ്പം അതിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്, അത് നമ്മൾ കുറേ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതിലുപരി ആ ഒരു എക്സാമിനെ എങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലി അത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അവിടെ വന്നപ്പോൾ മനസ്സിലായി. കുറേ പഠിക്കുക എന്നുള്ളതിലുപരി അത് വേണ്ട രീതിയിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അതായത് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതുപോലെയുള്ള എഫക്റ്റീവായിട്ട് ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ ക്വാളിഫൈഡ് ആയ ആ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു തവണ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീ എക്സാം അങ്ങനെയൊക്കെ വന്ന ടൈമായിരുന്നു. അപ്പം അത് കാരണം നെക്സ്റ്റ് എക്സാമും വലിയ താമസം ഇല്ലാണ്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഓക്കെ, ആ ടൈമിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ JRF എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു. അഗെയിൻ പക്ഷെ ആ ടൈമിൽ വീണ്ടും നെറ്റ് തന്നെയാണ് വന്നു നിന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷനായിട്ട് ഇനി നമുക്ക് PhD കാര്യങ്ങൾ നോക്കാം എന്നുള്ളൊരിതായി. അപ്പോഴാണ് അവിടെ നിന്ന് തന്നെയാണ് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. അതായത് കുറച്ചൊരു ജോയിൻ ചെയ്തൊക്കെ അറിയുന്നത്. അതായത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈപ്പൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് JRFൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ട് ചെയ്യുന്ന രീതിയിൽ IIT NIT ഐസർ പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലായ സമയത്ത് ആ ടൈമിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് ആദ്യം നമ്മളൊരു പ്രപ്പോസൽ വെക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് അപ്പോൾ ഇവിടെ ആപ്പിൾബി തന്നെ നമുക്കറിയുന്ന, അതായത് ഇവിടെ നിന്ന് പഠിച്ച് പോയി PhD കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, മരിയ ചേച്ചി. ആ ചേച്ചിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയൻ ചേട്ടൻ ഇപ്പോൾ IIT ഗുവാഹട്ടിയിൽ PhD ചെയ്യാണ് കൊമേഴ്സിൽ. അപ്പോൾ ജയൻ ചേട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിൽ ഇപ്പോൾ PhD ചെയ്യാണ് VITയിൽ. അപ്പോൾ ഇതെല്ലാവരും ആപ്പിൾബിയിൽ പഠിച്ച് പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് നമ്മൾ ഡൗട്ട്സ് ചോദിച്ചിട്ടും അങ്ങനെ അവരൊക്കെ നമ്മളെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യണം, ഈ റിസർച്ച് പ്രപ്പോസൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു സർക്കിളിൽ നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നു ചോദിക്കാനായിട്ട്. അങ്ങനെ ഇത് അപ്ലിക്കേഷന് ശേഷം ഉള്ളൊരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നീട് നമ്മളെ അവർ ടെസ്റ്റിന് വിളിക്കും. അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പാറ്റേണിൽ. അങ്ങനെ പിന്നെ എൻട്രൻസ് ടെസ്റ്റുകളുടെ ഒരു ഫോർമാറ്റ് പൊതുവെ നമ്മൾ ഈ നെറ്റ് കോച്ചിങ് ഒക്കെ എടുത്തതിന് ശേഷം അത് എഴുതുമ്പോൾ നമുക്കൊരു എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ നെറ്റിൻ്റെ അതേ പാറ്റേണിലാണ് എക്സാംസ് ഉള്ളത്. പിന്നീട് അതിന് ശേഷം ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് നമ്മൾ സബ്ജക്റ്റിൻ്റെ ഡെപ്ത്, അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് പ്രപ്പോസൽ വെച്ചിട്ടുള്ള ആ പ്രപ്പോസലിനെ കുറിച്ച്, അങ്ങനെയൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പിന്നീട് ആ നമ്മളെ ഏരിയയും അവിടുത്തെ ഗൈഡിൻ്റെ ഏരിയയും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫൈനൽ ഇതിലേക്ക് എടുക്കും. പിന്നെ ഈ HTRA വേക്കൻസിയുടെ നമ്പർ വളരെ കുറവായിരിക്കും ഓരോ ടേമിലും ഇൻടേക്ക് വരുന്നത്.
അപ്പം ഇതൊക്കെ എനിക്ക് അവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ നമുക്ക് JRF അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അതുപോലെ തന്നെ IIT NITസിലൊക്കെ എക്കണോമിക്സിന് ഒരു സ്പേസ് ഉണ്ട്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് അത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമുള്ള ഒരു ഇതാണ് ഒക്കെ ആയിരുന്നു. പിന്നീട് അങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ NIT ട്രിച്ചിയിൽ PhD എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടി. അത് HTRA വേക്കൻസിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് JRFൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നെറ്റ് ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നിങ്ങൾ JRFന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടി ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഓപ്ഷൻ കൂടി ഒന്ന് പരിഗണിക്കുക, അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ടൈം ഒന്നും കൂടിയും എഫക്റ്റീവായിട്ട് ഇതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ JRF നമുക്ക് നിരുത്സാഹപ്പെടുത്തുകയല്ല, അതായത് നമുക്ക് എങ്ങനെ പോയാലും നമുക്കറിയാം 1% മാത്രമാണ് ഒരു ടേമിൽ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. അപ്പം നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉള്ളത് അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ആർക്കെങ്കിലും അറിയാത്ത ഒരാളെങ്കിലും ഇത് പുതിയതായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. എന്തായാലും പരമാവധി നമുക്കുള്ള ഓപ്ഷൻസും മാക്സിമം യൂസ് ചെയ്യാം. ആ വോയിസിൽ അർജുൻ റെഫറൻസ് ആയിട്ട് കുറേ ആൾക്കാരെ പറയുന്നുണ്ട്. മരിയ, ഓക്കെ, നമുക്കിവിടെ എക്കണോമിക്സിൽ പഠിച്ച് JRFോടുകൂടി നെറ്റ് ക്വാളിഫൈഡായി PhD കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ജയൻ, ഓക്കെ, സോ IITയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊമേഴ്സിൽ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് അവിടെയുള്ളൊരു ബേസിൽ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ബാച്ച് നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു വോയിസിൽ പറയുന്ന റെഫറൻസസ് എടുത്ത് നോക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ വന്ന് പഠിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എങ്ങനെ വേണം എന്നുള്ളൊരു സ്റ്റെപ്സ്. ഇപ്പം ആ IITയിലെ ജയശങ്കറിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ PhDക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ആപ്പിൾ പിയിൽ നിന്ന് പഠിച്ച് ജയിച്ച് ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവിടെ എത്തിയത്, എനിക്കും ആ രീതിയിലേക്ക് എങ്ങനെ വരാം എന്ന വലിയൊരു രീതിയിലേക്കുള്ള അസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്കവിടെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അർജുന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കവിടെ കേൾക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ HTR എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, IITസിലും NITസിലും നമുക്ക് ഫെലോഷിപ്പോടുകൂടി നമുക്ക് PhD ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് HTR വേക്കൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് IITസിലും അതുപോലെ തന്നെ NITസിലും ഒക്കെയാണ് നമുക്കവിടെ കിട്ടുക. നമുക്ക് അർജുനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NIT ട്രിച്ചിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, JRFന് കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ജൂനിയർ ഫെലോഷിപ്പും കിട്ടും, സീനിയർ ഫെലോഷിപ്പും കിട്ടും. ഏകദേശം ഒരു 37 മുതൽ 42 വരെ അവിടെ എന്നുണ്ട് ഫെലോഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, HTR എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും, PhD ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. പാർട്ട് ടൈം ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും നമുക്കവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ആക്ച്വലി. ആ ഒരു കാര്യം കറക്റ്റായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ ഒരു റിസൾട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് പകരമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ കരിയറിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലോങ് ടൈം വിഷനിലാണ് ഇവിടെ ആപ്പിൾ ബി അവിടെ ക്ലാസ്സിലൂടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു മിഷൻ ഫെയിൽഡ് ആയ നമുക്ക് ഉറപ്പായിട്ടൊരു പ്ലാൻ ബി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ 2 പ്രാവശ്യം JRFന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ പ്രാവശ്യം അവിടെ വരുന്നു, നെറ്റ് മാത്രമാണ് കിട്ടുന്നത്, വീണ്ടും അവിടെ വരുന്നു, അതിനുശേഷം ഏത് പറഞ്ഞിരിക്കുന്നത് നെറ്റ് മാത്രമാണ് കിട്ടുന്നത്, JRFിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, വോയിസ് കേട്ടുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സബ്ജക്റ്റൊക്കെ വന്നു കഴിഞ്ഞ ആ ഒരു സമയത്ത് അർജുന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ആദ്യം മുതൽ പല കേസുകൾ എന്നുള്ളതാണ്. പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ടിരുന്നത് പഠിച്ച് തീർത്തു എന്നുള്ളത് മാത്രമല്ല, ക്വാളിഫൈഡ് ആവാനും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ JRF കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ അതേപോലെ സെക്കൻഡ് അറ്റംപ്റ്റിൽ JRFിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ HTRA പോലെയുള്ള
അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ PhDക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റേർണൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഇവിടുന്ന് ക്ലാസ്സൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ ചെന്ന ടെസ്റ്റുകൾ എഴുതി കഴിയുമ്പോൾ എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പഠിക്കുന്നു, ക്വാളിഫൈഡ് ആകുന്നു, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നു, ആൻഡ് ദെൻ കരിയറിലേക്ക് അടുത്ത ലെവലിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് ഫെലോഷിപ്പോടുകൂടി നിങ്ങൾക്ക് JRF അല്ലാതെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു മേജർ മെസ്സേജാണ് ഞങ്ങൾക്കിവിടെ തരാനുള്ളത്. ഇത് ചുമ്മാ പറയുകയല്ല, ചെയ്ത് കാണിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെയാണ് ആപ്പിൾ ബി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ IITസിലും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും റെഗുലറായിട്ട് അവർക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എക്സാംസ് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ HST ആയിക്കോട്ടെ, കോളേജിൻ്റെ എക്സാംസ് ആയിക്കോട്ടെ, റെഗുലറായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി അത് ജസ്റ്റ് നെറ്റ് ക്വാളിഫൈഡ് ആകാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവരെ അഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഇത് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അവർക്കും ഇത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, അതായത് ഒരു മിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇപ്പം ഇവിടെ പഠിച്ചപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യം പോലുമില്ല. ഇമ്മീഡിയറ്റ്ലി റിവിഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പറഞ്ഞ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് അവിടെ വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എനിവേ അർജുന് കൺഗ്രാലേഷൻസ് എന്ന് മാത്രമല്ല, ഇതൊരു റോൾ മോഡലായിട്ട് എടുത്ത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ സുനിശ്ചിതമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഡീറ്റെയിൽസ് ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. എന്താണെങ്കിൽ നിങ്ങൾക്ക് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള സ്റ്റുഡൻസ് അത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. വീണ്ടും ഇതേപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് നാളെ നിങ്ങളുടേതാകും എന്നുള്ളൊരു ഉറപ്പോടുകൂടി നിങ്ങളും ഇന്ന് മുതൽ പ്രയത്നിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ബൈ ബൈ.